സൈക്കിൾ ഇപ്പുറത്തല്ലേ? അതൊക്കെ കയറ്റി വെക്കണ. എന്താ ആ വണ്ടിയുടെ നേരെയല്ലേ ഇരിക്കുന്നത്? ആ വണ്ടി ഇപ്പുറത്തെ ഈ ഭാഗം വണ്ടിയുടെ ഇപ്പുറത്ത് പോവാ. നേരെ പിടി പോട്ടെ. മനസ്സിലായ? അപ്പോൾ നമ്മളാണ് കയറി വന്നത്. അപ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റി നമുക്ക് തരണം അല്ലേ? അപ്പോൾ അവന് ഇച്ചിരി വേഗത കുറച്ച് വന്നപ്പോഴത്തേക്ക് നമ്മുടെ ഈ ഭാഗം റൈറ്റ് ഭാഗം ലെഫ്റ്റിലേക്ക് വന്ന് ബാലൻസ് ചെയ്തു. ഇനി അവരിപ്പുറത്തേക്ക് കൊണ്ടുപോയി ഈ ഭാഗം വന്നാ നേരെ പിടിക്കുക. ഇനി ഇവർ കവർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പതുക്കെ ലെഫ്റ്റിലേക്ക് വരണം. ഇവിടെ ലൈറ്റായിട്ടൊന്ന് ബ്രേക്ക് ചവിട്ടിക്കുക. നമ്മുടെ വണ്ടി കയറി പോവോ? ഇല്ല. ഇനി ക്ലച്ച് മുഴുവൻ ചവിട്ടി ബ്രേക്ക് പതുക്കെ ചവിട്ടി നിർത്തിയേക്കണം. ഫസ്റ്റ് ഇട്ട് എടുക്കാം. അപ്പോൾ ഈ കാറുമായിട്ട് ഇത്രയും ഡിസ്റ്റൻസിലേ കൊണ്ടുവന്ന് ചവിട്ടി നിർത്താൻ പാടുള്ളൂ. പതുക്കെ ക്ലച്ചിൽ നിട്ടോട് പതുക്കെ മതി മതി മതി. ഹാഫ് ക്ലച്ചിൽ. ഇനി ബ്രേക്കിനോട് ഈ ഭാഗം ആ കാറിനിപ്പുറത്ത് പോകാം. കാറിനിപ്പുറത്തേക്ക് പതുക്കെ കൊണ്ടുപോകണം. ബ്രേക്കിനോട് വണ്ടി കൂട്ടണം. കറക്റ്റ്. ഞാൻ എന്ത് ചെയ്യുന്ന വിടാൻ പറഞ്ഞേ? നീ എന്ത് ചെയ്യുന്ന വിട്ടത്? പോട്ടെ. പതുക്കെ ആക്സിലേറ്റർ കൊടുക്കണം. പിന്നെ പറയുന്ന കാര്യം വ്യക്തമായിട്ട് ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ച കാര്യം അതേപോലെ പതുക്കെ എന്ത് ചെയ്യണം? ചെയ്യാൻ ശ്രമിക്കണം. നീ വീണ്ടും തെറ്റാവർത്തിക്കുകയാണെങ്കിൽ എനിക്ക് പറഞ്ഞു തരേണ്ട കുറേ കാര്യങ്ങൾ അവിടെ കട്ടായി പോകും. വീണ്ടും നീ തെറ്റാവർത്തിക്കുന്ന കാര്യം എനിക്ക് റിപ്പീറ്റ് ചെയ്ത് തന്നെ പറഞ്ഞു തരാൻ പറ്റത്തുള്ളൂ. ക്ലച്ച് ഒരു സെക്കൻഡാക്കി ന്യൂട്രൽ ക്ലച്ചിന് പതുക്കെ പറ്റുള്ളൂ. ആ കുട്ടി പെട്ടെന്ന് സൈക്കിളിൽ കറങ്ങി വരുമെന്ന് പ്രതീക്ഷയാണ് കേട്ടോ. പോട്ടെ പതുക്കെ ആക്സിലേറ്റർ പോകും. ആ കുട്ടീൻ്റെ ഇപ്പുറത്ത് ഇരിക്കണ്ടേ ഈ ഭാഗം. നീ വീണ്ടും ലെഫ്റ്റിലേക്ക് തന്നെ പിടിക്കുകയാണ്. ലെഫ്റ്റ് എന്താ ഉള്ളത്? ആ കുട്ടിയാണ് ഉള്ളത്. ഈ മുന്നിലുള്ള തടസ്സം ഇച്ചിരി മാറ്റി അയാളുടെ കാലും നേരെ പിടിക്കും.